ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ഉള്ളി കൂടി മുരിയിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവയിട്ട് നന്നായി മിക്സാക്കി അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. അതിലേക്ക് സോയാബീൻ ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വെച്ചത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അരി കഴുകി മാറ്റി വെച്ചത് കൂടി ഇട്ട് നന്നായി ഇളക്കി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് ഉപ്പും ചെറുനാരങ്ങയും കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലക്ക് ആവശ്യമായ മിക്സ് റെഡിയാക്കണം. അതിൽ ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സാക്കി അതിനി പൊരിച്ച് മാറ്റി വെക്കണം. ശേഷം നമുക്ക് മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഉള്ളി, ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കൂടി ഇട്ട് നന്നായി വഴറ്റി ഉള്ളി കൂടി ഇട്ട് നല്ലോണം വാടുന്നത് വരെ ഇളക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ നന്നായി വാടി കിട്ടും. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളിടാം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി കൂടി ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മിക്സ് കൂടെ ചേർക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അതുകൂടെ ചേർത്ത് നന്നായി വാടുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് ഇറക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് കൂടി വെച്ച് നമുക്ക് നമ്മുടെ മസാല എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.